ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ മാരുതി സുസുക്കിയുടെ വാഗണർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏതൊരു കസ്റ്റമേഴ്സിനും വരുന്നൊരു സംശയമാണ് ഏത് എഞ്ചിനുള്ള വേരിയൻ്റ് ഓപ്ഷൻ എടുക്കണം. രണ്ട് എഞ്ചിൻ ഓപ്ഷനിലാണ് നമുക്ക് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 1 ലിറ്ററിൻ്റെ 3 സിലിണ്ടർ എഞ്ചിനുള്ള ഒരു ഓപ്ഷനും അതുപോലെ തന്നെ 1.2 ലിറ്ററുള്ള 4 സിലിണ്ടർ എഞ്ചിനുള്ള ഒരു വാഹനവും. നമുക്ക് ഈ ഒരു വാഹനം മാനുവൽ ട്രാൻസ്മിഷനിലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ AMTയിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫ്യൂവലായിട്ട് വരുന്നത് പെട്രോളും അതുപോലെ തന്നെ പെട്രോൾ പ്ലസ് CNG ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1 ലിറ്റർ എഞ്ചിനുള്ള വാഹനം എടുത്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കമ്പയർ ടു 4 സിലിണ്ടർ എഞ്ചിന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 1 ലിറ്റർ എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 998 cc ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ 3 സിലിണ്ടറാണ് ഈ ഒരു എഞ്ചിനുള്ളത്. നമുക്കറിയാം 3 സിലിണ്ടർ എഞ്ചിനും 4 സിലിണ്ടർ എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ബാലൻസിങ് കറക്റ്റ് പ്രോപ്പറായിട്ട് വരുന്നത് 4 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പെർഫോമൻസ് ബേസുള്ള കാര്യങ്ങൾ നമുക്ക് 4 സിലിണ്ടർ എഞ്ചിനിൽ കൂടുതലായിരിക്കും. പക്ഷേ മൈലേജിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി മൈലേജ് കുറച്ചും കൂടി കൂടുതൽ 3 സിലിണ്ടർ എഞ്ചിൻ ഉണ്ടാവും. അപ്പോൾ പവർ ഔട്ട്പുട്ട് 3 സിലിണ്ടർ എഞ്ചിന് വരുന്നത് 5500 RPM-ൽ 67 PS പവറാണ്. അതുപോലെ തന്നെ ടോർക്കിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 3500 RPM-ൽ 89 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് ഈ ഒരു 3 സിലിണ്ടറിലെ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൈലേജ് 25+ ആണ് ഈ ഒരു 3 സിലിണ്ടർ എഞ്ചിനുള്ള വാഹനം നമുക്ക് നൽകുന്ന മൈലേജ് എന്ന് പറയുന്നത്. ഇതിനൊരു ചെറിയ പോരായ്മയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വിഷയം സ്ലൈറ്റ്ലി വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു നോയ്സ് ചില സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. വളരെ വലിയ രീതിയിലുള്ള കാര്യമൊന്നുമല്ല, വളരെ ലൈറ്റായിട്ട് നമുക്കത് ചില സമയങ്ങളിൽ അത് ഫീൽ ചെയ്യും. ഇനി നമുക്ക് 1.2 ലിറ്ററുള്ള 4 സിലിണ്ടർ എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 1197 cc ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. 4 സിലിണ്ടർ എഞ്ചിനാണ്. കറക്റ്റ് എഞ്ചിൻ്റെ ആ ഒരു പെർഫോമൻസ് നമുക്ക് 4 സിലിണ്ടർ എഞ്ചിനാണ് കിട്ടുക എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു. ആ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ്റെ പവർ നോക്കിക്കഴിഞ്ഞാൽ 6000 RPM-ൽ 90 PS പവറാണ്. അതുപോലെ തന്നെ 4400 RPM-ൽ 113 ന്യൂട്രൺ മീറ്ററാണ് ടോർക്കായിട്ട് വരുന്നത്. മൈലേജ് നമ്മൾ നേരത്തെ പറഞ്ഞ 3 സിലിണ്ടർ എഞ്ചിനെക്കാട്ടും ഏകദേശം 1.5 ലിറ്റർ കുറവാണ് ഈ ഒരു 4 സിലിണ്ടർ എഞ്ചിന് വരുന്നത്. നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന കാര്യം സ്മൂത്തർ ആൻഡ് ക്വൈറ്റർ ഓപ്പറേഷനാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. കാരണം ഹൈവേസിലേക്ക് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകം അത് ഫീൽ ചെയ്യും. കാരണം നല്ലൊരു പവറും ആ ഒരു പെർഫോമൻസും അത് എപ്പോഴും 3 സിലിണ്ടർ എഞ്ചിനെക്കാട്ടി കൂടുതൽ 4 സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ ആണ് മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം മൈലേജിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ്. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിലും ആ ഒരു ഓപ്പറേഷൻ്റെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും ഈ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1 ലിറ്റർ എഞ്ചിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർ മൈലേജാണ് നമുക്ക് ഈ ഒരു 1 ലിറ്റർ എഞ്ചിൻ തരുന്നത്. അതുപോലെ തന്നെ ലോവർ പ്രൈസാണ്. രണ്ട് വാഹനം തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 50,000-ന് താഴെ അത് ഓഫർ വരുന്ന സാഹചര്യങ്ങളിൽ അതിൽ വേരിയേഷൻസ് ഉണ്ടാവും. എന്നാലും ഒരു 50-ൻ്റെയും 40-ൻ്റെ ഇടയിലാണ് ഒരു വേരിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ 1 ലിറ്റർ എഞ്ചിൻ കുറച്ചുകൂടി നമുക്ക് യൂസ്ഫുൾ ആകുന്നത് സിറ്റി യൂസിന് നമുക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഈ 1 ലിറ്റർ എഞ്ചിൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം മൈലേജ് കുറച്ച് കൂടുതലാണല്ലോ. ഇനി ഇതിൻ്റെ ഒരു നെഗറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്കൊരു പവർ ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഹൈവേസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഫുൾ ലോഡായിട്ട് പോകുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമുക്കൊരു ഡ്രോബാക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ എക്സ്പീരിയൻസുള്ള ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിക്ക് ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ വളരെ ക്വിക്കായിട്ട് ഗിയർ ഡൗൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കയറി കഴിഞ്ഞാൽ അതൊരു ഫീൽ ചെയ്യില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചില സാഹചര്യങ്ങൾ അത് നമുക്കൊരു ചെറിയ അണ്ടർ പവറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അടുത്ത് നമ്മൾ 1.2 ലിറ്ററിൻ്റെ ഗുണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രോങ്ങർ ആൻഡ് സ്മൂത്തർ ഓപ്പറേഷനാണ് ഈ ഒരു 4 സിലിണ്ടർ എഞ്ചിന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈവേസിലും ലോഡ് നമ്മൾ മാക്സിമം ക്യാരി ചെയ്യുന്ന സമയത്തും ബെറ്റർ ആയിട്ടൊരു പെർഫോമൻസ് വാഹനം തരും. മൈലേജ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഈ ഒരു എഞ്ചിന്. റീഫൈൻഡ് ആയിട്ടുള്ള ഡ്രൈവ് നമുക്ക് ഈ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ സമ്മാനിക്കുന്നതാണ്. സിറ്റീസിൽ നമുക്ക് കുറച്ചും കൂടി മൈലേജ് ഡ്രോപ്പ് ഈ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ ഉണ്ടാവും. ഹൈവേയിൽ നമുക്ക് മാക്സിമം പവറിൽ ഈ ഒരു വാഹനം ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതാണ് കമ്പാരിറ്റീവ്ലി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് മൈലേജിൻ്റെ കാര്യം, രണ്ടാമത്തെ പവറിൻ്റെയും. പിന്നെ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ നമുക്കറിയാം 4 സിലിണ്ടർ എഞ്ചിനിൽ ഒരു സിലിണ്ടർ കൂടുതലാണ്, 3 സിലിണ്ടർ എഞ്ചിനിൽ ഒരു സിലിണ്ടർ കുറവാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന സ്പാർക്ക് പ്ലഗ് ആയാലും ഇഞ്ചക്ടർ ആയാലും ആ ഒരു
സെപ്പറേറ്റ് ആയിട്ടുള്ള ആ ഒരു സിലിണ്ടറിന് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെൻസും സർവീസിൻ്റെ സമയത്ത് ആ ഒരു എക്സ്ട്രാ കോസ്റ്റ് നമ്മൾ 4 സിലിണ്ടർ എഞ്ചിൻ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് കരുതണം. വളരെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് ഒരു മാറ്റം തന്നെ ആയിരിക്കും. നമ്മൾ ബഡ്ജറ്റിൻ്റെ കാര്യം പരിഗണിക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി നേരത്തെ പറഞ്ഞ ആ ഒരു ഫിഗർ കുറവാണ് 1 ലിറ്റർ എഞ്ചിനുള്ള 3 സിലിണ്ടർ എഞ്ചിനുള്ള വാഗണറിന്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മൈലേജ് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. നമ്മളിപ്പോൾ 1 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോങ് ഓടി വരുന്ന സമയത്ത് അത് നല്ല ഡിഫറൻസ് അതിലുണ്ടാവും. പക്ഷേ മൈലേജിൻ്റെ കാര്യം നമ്മൾ പറയുന്ന സമയത്ത് അത് എപ്പോഴും കമൻറ്റ് ബോക്സിൽ വരുന്ന സംശയമാണ്, എൻ്റെ വണ്ടിക്ക് ഇത്രയേ ഉള്ളൂ, എൻ്റെ വണ്ടിക്ക് അങ്ങനെയാണ്. മൈലേജ് നമ്മൾ വളരെ കുറേ കാര്യങ്ങളാണ് മൈലേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. വാഹനത്തിൻ്റെ നമ്മൾ ഓടിക്കുന്ന ഡ്രൈവിംഗ് സ്റ്റൈല്, വാഹനത്തിൻ്റെ എൻജിൻ്റെ പെർഫോമൻസ്, എൻജിൻ്റെ ആ ഒരു കണ്ടീഷൻ, ഈവൻ ടയറിൻ്റെ എയർ പ്രഷർ പോലും മൈലേജുമായി ബന്ധപ്പെട്ടൊരു ഘടകമാണ്. അപ്പോൾ കൃത്യമായി ഒരു എക്കണോമി റേഞ്ചിൽ വല്ലാതെ വണ്ടി ചവിട്ടി പിടിച്ച് കുത്തി പിടിച്ച് ഓടിക്കാതെ സമാധാനത്തിൽ ഓടിച്ചു കൊണ്ടുപോകുന്ന ഒരു കസ്റ്റമേഴ്സിനാണെങ്കിൽ ആ ഒരു നല്ല രീതിയിൽ മൈലേജ് കിട്ടും. അപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിൽ ഒരുപടി മുന്നിലാണ് ഈ ഒരു 3 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലോങ് ട്രിപ്പ് പോകുന്ന സമയത്ത്, ഇപ്പോൾ എസ്പെഷ്യലി ഹൈവേസിലാണെങ്കിൽ നമുക്ക് ആ ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ക്വിക്കായിട്ട് നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് കയറി പോകുന്ന വിഷയമുള്ളൂ. പക്ഷെ അങ്ങനെ ചെറിയ ഡ്രോബാക്ക് ഈ ഒരു 3 സിലിണ്ടർ എഞ്ചിനുണ്ട്. ബാക്കി ഓപ്ഷൻ വൈസും വാഹനത്തിൻ്റെ ബാക്കി എല്ലാ ഘടകവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എല്ലാം സെയിം ആണ്, മാറ്റമൊന്നും വരുന്നില്ല. ഈ ഒരു 1 സിലിണ്ടർ കൂടുതലാണ് 4 സിലിണ്ടറിൽ വരുമ്പോൾ ആ ഒരു മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അതിൽ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ഏത് കസ്റ്റമേഴ്സിനാണ് ഈ ഒരു വാഹനം 1 ലിറ്റർ എഞ്ചിനുള്ള വാഹനം ആവശ്യമായി വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു ആൻസറാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്ന് ഫസ്റ്റ് വരുന്നത് നമ്മുടെ ബഡ്ജറ്റാണ്. നമ്മുടെ കയ്യിലെ ബഡ്ജറ്റ് ആ ഒരു കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരിക്കലും ഈ 1 ലിറ്റർ എഞ്ചിൻ വളരെ മോശമാണ് അല്ലെങ്കിൽ നമുക്കത് തീരെ പറ്റുന്നില്ല എന്ന രീതിയിലുള്ള വണ്ടിയൊന്നുമല്ല. കാരണം ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി 1 ലിറ്റർ എഞ്ചിനാണ്. കാരണം ഞാൻ എൻ്റെ ആ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതായതുകൊണ്ട് ഇതെടുത്തു. പിന്നെ ഈ വാഹനത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്, വാഹനത്തിൻ്റെ സ്പേസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സീറ്റിംഗ് പൊസിഷൻ, അതിനുള്ളിൽ മാക്സിമം സ്പേസ്, എക്കണോമി, ഫ്യൂൽ എക്കണോമി, അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വലിയൊരു ബാധ്യത വരുന്നില്ല ഈ ഒരു വാഹനത്തിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നിങ്ങളുടെ പ്രൈസ് റേഞ്ച് ഈ ഒരു കാറ്റഗറിയാണ്, അത് നിങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ പരിഗണിച്ച് 1 ലിറ്ററിലേക്ക് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലൊരു പവറാണ് ആഗ്രഹിക്കുന്നത്, ഫണ്ട് ഒരു ഇഷ്യൂ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 സിലിണ്ടർ എഞ്ചിനിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം വാഹനം ചൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആക്ച്വലി സിറ്റി ഡ്രൈവിംഗ് ആണ്, അല്ലെങ്കിൽ ബഡ്ജറ്റ് ഒരു വലിയ ഘടകമാണ്. ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് മാക്സിമം വേണമെന്ന് കസ്റ്റമേഴ്സിന് 1 ലിറ്ററുള്ള 3 സിലിണ്ടർ എഞ്ചിൻസ് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പവറാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് പവറിൽ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട. അതുപോലെ തന്നെ പെർഫോമൻസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ റിഫൈൻമെൻറ്റ് വളരെ കൂടുതലാണ് കമ്പാരിറ്റീവ്ലി 3 സിലിണ്ടറിനെക്കാട്ടി 4 സിലിണ്ടർ കൂടുതലാണ്. അപ്പോൾ അത് ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, 1.2 ലിറ്ററിലെ 4 സിലിണ്ടർ എഞ്ചിനിലേക്ക് പോകാം. പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും 4 സിലിണ്ടർ എഞ്ചിനുള്ള വാഹനമാണ് കുറച്ചും കൂടി നമുക്ക് നല്ല ഒരു വണ്ടി അല്ലെങ്കിൽ നല്ലൊരു എഞ്ചിനുള്ള വാഹനം എന്ന് പറയാൻ പറ്റും. ഫണ്ടിനൊരു ഇഷ്യൂ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിലേക്ക് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് തീർച്ചയായിട്ടും 1 ലിറ്റർ എഞ്ചിനിലേക്ക് പോകാം. കാരണം കമ്പാരിറ്റീവ്ലി പ്രൈസും കുറവാണ്, മൈലേജും കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ അതിലൊരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ വാഗണറിൻ്റെ 1 ലിറ്ററും അല്ലെങ്കിൽ 1.2 ലിറ്ററുള്ള 4 സിലിണ്ടർ എഞ്ചിനും ഏത് വണ്ടിയായാലും, 2 വണ്ടിയുടെ കാര്യം എടുത്താലും രണ്ടും അടിപൊളി വണ്ടിയാണ്. പക്ഷെ നമ്മളത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് ഓടിക്കുക. ഇപ്പോൾ 3 സിലിണ്ടർ എഞ്ചിനുള്ള കസ്റ്റമേഴ്സ് ഓടിക്കുന്ന സമയത്ത് നമ്മളത് മനസ്സിലാക്കണം, ഇത് 3 സിലിണ്ടർ എഞ്ചിനാണ്. അതിന് കൃത്യമായി വരുന്ന സമയങ്ങളിൽ ഗിയർ ഡൗൺ ചെയ്ത് കയറി കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം ആ വാഹനത്തിനില്ല. അതുപോലെ തന്നെ പവറിൻ്റെ കാര്യത്തിൽ നമുക്ക് കൃത്യമായി ഓടിച്ചു കഴിഞ്ഞാൽ 2 വണ്ടിയും അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന വാഹനമാണ്. നല്ല മൈലേജുണ്ട്, പവർ ഉണ്ട്, അതുപോലെ തന്നെ സ്പേസ് ഉണ്ട്. വാഗണറുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതുപോലെ മെയിൻ്റനൻസ് കോസ്റ്റ് നമുക്ക് നമ്മളെ കയ്യിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ 2 വേരിയൻറ്റിലുള്ള വണ്ടി ആയാലും ശരി, അത് 2 തരത്തിലുള്ള കസ്റ്റമറെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വാഹനമാണ് അല്ലെങ്കിൽ ഒരു മോഡലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.